അങ്ങനെ തന്നെ പടവെട്ടുമാതിരിയാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. വിജയിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ടുള്ള ഒരു അനുകൂലങ്ങളും ഇല്ല. അബ്ദുൽ സമദ് സമദാനി, LDF KS ഹംസ, BJP നിവേദ സുബ്രഹ്മണ്യൻ. ആര് ജയിക്കും? പൊന്നാനിയിലെ ജനങ്ങളോട് അന്വേഷിച്ച് നോക്കാം. ആര് ജയിക്കുന്ന രണ്ടു കൂട്ടരും തുല്യ ശക്തികളാണ്. എന്നാലും ആര് വരണോ താല്പര്യം നിങ്ങളുടെ മനസ്സിലുള്ളത് പറഞ്ഞു. ആര് വരണോന്ന് താല്പര്യം ഇപ്പൊ കുറെ ആയാലും പോയി തുടങ്ങിയിട്ട് ഒരു LDF വരട്ടെ. അപ്പൊ KS ഹംസ ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ പൊന്നാനി മണ്ഡലത്തില് ഈ പറയുന്ന പോരാട്ടമായിരിക്കും ഇപ്രാവശ്യം. ആര് ജയിക്കും എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ ആര് ജയിക്കും എന്നുള്ളത് അത് വോട്ട് എണ്ണി കഴിഞ്ഞതിന് ശേഷം പറയാൻ പറ്റൂ. പക്ഷേ കടുത്ത മത്സരമാണ് ഇവിടെ പൊന്നാനിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ET മുഹമ്മദ് ബഷീർ മത്സരിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളിടത്തോളാണ് ഇവിടെ ജനങ്ങൾക്കുള്ള മൊത്തത്തിലുള്ളത്. ഒരു വസ്തുവും ചെയ്തിട്ടില്ല, മനസ്സിലായ. എന്നിട്ട് പിന്നെ മൂപ്പര് നിന്നാ ജയിക്കുമെന്നുള്ള ഒരു സംശയത്തിന്റെ പേരിലാണ് മലപ്പുറത്ത് കൊണ്ടിട്ടത്. അങ്ങനെ മലപ്പുറത്ത് എവിടുന്നോ വന്നതെന്നല്ല, സമദാനി മലപ്പുറം ജില്ലയിൽപ്പെട്ട ആൾ തന്നെയാണ്. സമദാനി ഇവിടെ വന്നിരിക്കുന്നു. അത് വയന്ന് പറഞ്ഞിട്ട് വല്ല 10 വോട്ട് കിട്ടിയാൽ കിട്ടിയെന്നല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. പിന്നെ എതിർ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിൽ ഉണ്ടായിരുന്ന ആൾ തന്നെയാണ്. അത് നമ്മൾ അംഗീകരിക്കുന്നു, KS ഹംസ. പിന്നെ ഇപ്പൊ അവിടെ നിർണായക വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സമസ്തന്റെ വോട്ടാണ്. ഇവിടെ ഇപ്പൊ ഇവര് രണ്ടു കൂട്ടരും കണ്ണുവെക്കുന്നത്. അത് സമസ്തന്റെ വോട്ട് ഇപ്രാവശ്യം സംവിധാനിക്ക് കൊടുക്കൂലെന്ന് EK സമസ്തക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹംസക്ക് കിട്ടും. ഹംസക്ക് കിട്ടാനാണ് സാധ്യത. ഹംസ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ കണക്കൂട്ടൽ. ഹംസ ജയിക്കാൻ മടുത്തിരിക്കുന്ന ആൾക്കാർക്ക്, വെറുപ്പായിരിക്കുന്ന ആൾക്കാർക്ക് മുസ്ലിം ലീഗിനോട് ഇവിടെ ഒന്നും ചെയ്യാത്ത കാരണം വേറെ ഒന്നുമല്ല. MP-മാരെന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ ഒന്നും കാണുന്നില്ല. അതാണ്, വേറൊന്നുമല്ല. പൊന്നാനി മണ്ഡലത്തില് ആര് ജയിക്കുന്നുള്ള പബ്ലിക് ഒപ്പീനിയൻ ഇവിടെ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് ഒന്നുകൂടി ചൂട് പിടിച്ചതായോണ്ട് ഭൂരിപക്ഷം ഒന്ന് വളരെയധികം കുറയാനൊരു സാധ്യത ഉണ്ട്. അങ്ങനെയാണ് എന്റെ ഒരു കണക്കാക്കല്. കഴിഞ്ഞ തവണ ET മുഹമ്മദ് ബഷീർ ആയിരുന്നല്ലോ ഇവിടെ. അതെ. ഇപ്പൊ ET മുഹമ്മദ് ബഷീർ മലപ്പുറത്ത് മത്സരിക്കും. മാറാൻ എന്തെങ്കിലും കാരണമുണ്ടോ? മാറാൻ എന്തെങ്കിലും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ET മുഹമ്മദ് ബഷീർ ഇപ്പൊ ഇവിടെ MP ആയിട്ട് 5 വർഷക്കാലം 10 വർഷക്കാലം തുടച്ചായിട്ടില്ലേ. ഒരു കാര്യമായിട്ടൊന്നും കാര്യമായിട്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോ ETക്കും നല്ലൊരു ബോധം ഉണ്ടാവും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളത് ഉറപ്പാണ്. മലപ്പുറത്തേക്ക് മുങ്ങിയത് അത് ETന്റെ മാത്രല്ല, ഇവിടെ ലീഗ് പാലക്കാട് എല്ലാരും വികസനത്തിന്റെ പേരിലുള്ള വോട്ടൊന്നും അവർക്കൊന്നും കിട്ടുന്നില്ല, ലീഗിന് ഇവിടുന്ന് കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ എതിരാളി ജയിക്കാൻ സാധ്യതയില്ലേ? ജയിക്കാൻ സാധ്യതയുള്ള വെച്ച് കഴിഞ്ഞാല് ജയിക്കണം. പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ ഇപ്രാവശ്യം തീപ്പാറുന്ന പോരാട്ടാണല്ലോ. ആര് ജയിക്കും എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ഒറ്റ വാക്കിൽ പറഞ്ഞാല് സമദാനി ജയിക്കും. അബ്ദുൽ സമദ് സമദാനി ജയിക്കും. കാരണം ഇതുവരെ പൊന്നാനി വേറെ ഒരു മാറി ചിന്തിച്ചിട്ടില്ല. പാർലമെന്റിലേക്ക്, അസംബ്ലിയിലേക്ക് അങ്ങോട്ടോട്ടൊക്കെ പോകും. അത് പാർലമെന്റിലേക്ക് ഇതുവരെ മാറി ചിന്തിച്ചില്ല. 77 ശേഷം തുടർച്ചയായി സമദാനി എന്നുള്ള ഒരു വ്യക്തി പിന്നെ പാർലമെന്റിൽ അത്യാവശ്യത്തിന് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് എന്നുള്ള റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയൊക്കെ ജനങ്ങൾ മനസ്സിലിരുത്തി കഴിഞ്ഞാൽ 99%, 100% സമദാനി തന്നെ ജയിക്കാനുള്ള സാധ്യത. ET മുഹമ്മദ് ബഷീർ മണ്ഡലം വെച്ച് മാറി മലപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അത് തോൽവി പോയെന്നാണ് എതിരാളികൾ പറഞ്ഞു നടക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ? അതിലൊന്നും ഒരു വാസ്തവമില്ല. അവിടെ ചേഞ്ച് ആക്കിയ ഒരു വാസ്തവമായിട്ട് തോന്നുന്നില്ല. കാരണം വാസ്തവത്തിലൊരു ചേഞ്ച് എന്ന് മാത്രം. ഇത്തവണ എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്? അത് പറയാൻ പറ്റില്ല. കാരണം എന്നാലും ജയം ഉറപ്പാണ്. സമാധാനം ചെയ്യും. എന്തുകൊണ്ട് അങ്ങനെ പറയാം? ഇത് പരമ്പരാഗതമായി ഒരു UDF മണ്ഡലമാണ്. ഇപ്പോ പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ ആര് ജയിക്കും എന്നുള്ളതാണ് ചോദ്യം. പൊന്നാനി മണ്ഡലത്തിൽ KS ഹംസ ജയിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ പൊതുവായിട്ടുള്ള. KS ഹംസ ജയിക്കും എന്നുള്ളത് തീർച്ചയായും. ഭൂരിപക്ഷം എത്ര പ്രതീക്ഷിക്കുന്നുണ്ട്? ഭൂരിപക്ഷം കൂടുതലായിട്ടില്ലെങ്കിലും നിലവിലെ പൊന്നാനിലത്തെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. ഭൂരിപക്ഷം കൂടുതൽ ഉണ്ടാവില്ല. കാരണം പൊതുവെ പൊന്നാനിലത്തെ UDF സ്ഥാനാർത്ഥികൾ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു പോകാറ്. അതിനെ മറികടന്ന് മിനിമം ഒരു 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പൊന്നാനിൽ KS ഹംസ ജയിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇവിടെ മണ്ഡലം വെച്ച് മാറിയതിന്റെ പേരിൽ ET മുഹമ്മദ് ബഷീറിന് ചില ആൾക്കാർ ചില ആരോപണങ്ങളല്ല ചില തോൽവി വായനാണെന്നൊക്കെ ഉള്ള. പൊതുവെ തീരദേശ മേഖലകളില് കടലാക്രമണങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഇവിടുത്തെ
കേന്ദ്രത്തിന്റെ ഫണ്ട് ഇവിടെ വിനിയോഗിക്കുന്നില്ല. പല തവണയായിട്ട് തീരദേശ മേഖലകളിൽ കടലാക്രമണങ്ങൾ നടന്നിട്ട് കേന്ദ്രത്തിന്റെ ഫണ്ട് വന്നിട്ട് ഒരുപാട് ലാശായി കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ജനങ്ങൾക്കിടയിൽ ഒരു എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. വിജയിക്കും എന്നാണ്. അപ്പൊ പൊന്നാനി മണ്ഡലത്തില് ആര് ജയിക്കും അതാണ് അബ്ദുൽ സമദ് സമദാനി ജയിക്കും. അബ്ദുൽ സമദ് സമദാനി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇവിടെ കേരളത്തിലെ LDF സർക്കാരിന്റെ തെറ്റായ നടപടികൾക്കെതിരെ ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ 7 മാസമായി പെൻഷൻ കൊടുത്തിട്ട്, വാർദ്ധക്യ പെൻഷൻ, പിന്നെ ഫിഷറീസ് സ്കൂൾ കുട്ടികളെ ഈ പൈസ വെട്ടി കുറച്ചു, അതില്ല സ്കൂൾ കുട്ടികളെ ഫിഷറീസിന്റെ. അങ്ങനെയുള്ള കേരളത്തിലെ LDF സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ UDF സ്ഥാനാർത്ഥി അബ്ദുൽ സമദ് സമദാനി ജയിക്കും 100%. അതുപോലെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് 19 MP-മാർ UDF നിന്നാണ്. അപ്പൊ അവര് വേണ്ടത്ര കേരളത്തിന് വേണ്ടി സ്വാധീനം ചെലുത്തിയില്ല എന്നൊരു ആരോപണമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന് പലതും നിഷേധിച്ചപ്പോ അതിനുവേണ്ടി കേരളത്തിന് വേണ്ടി വാദിച്ചില്ല ആരോപണമുണ്ട്. ആരോപണം അല്ലാതെ കുറെ കൂടെ അവർ ശക്തമായ വാദിച്ചില്ലെന്നൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അത് കേരളത്തിലെ LDF സർക്കാരിന്റെ ദുഷ്പ്രചരണങ്ങളാണ്. കേന്ദ്രത്തില് 19 MP-മാരും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തില് നല്ല പോരാട്ടം. അപ്പൊ ഇവിടെ ആര് ജയിക്കും എന്നുള്ളതാണ്. ആരും ജയിച്ചില്ല. ആരാണ് ഇപ്പൊ ഇവിടെ കർശനായിട്ട് നിൽക്കുകയാണ്. എന്താണ് ആര് ജയിച്ചാലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ആള് പറഞ്ഞ പോലെ. അപ്പൊ ആരാ ജയിക്കണം, പക്ഷെ ജയിച്ചിട്ട് നമുക്കൊരു അനുകൂലങ്ങളില്ല. അതാണ് മെയിൻ. നമ്മളിപ്പോ ആകാംക്ഷത്തോടെ അവരെ ജയിപ്പിക്കണോ, അവര് നല്ല രീതിയിൽ വന്നാൽ നമ്മൾ വാർഡുമാരുടെ ഒക്കെ നമ്മൾ കഷ്ടപ്പെട്ടവരൊക്കെ അവർ ഉയർന്നു നിൽക്കുള്ളൂ എന്നുള്ള വിജയത്തോടെ തന്നെയാണ് നമ്മൾ അവരെ വിജയിപ്പിക്കുന്നത്. പക്ഷെ അവര് വിജയിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ടുള്ള ഒരു അനുകൂലങ്ങളും ഇല്ല. കഷ്ടപ്പെട്ട് എത്രയോ വീടുകളില്ലാത്ത നാട്ടിലുണ്ട്. അതുപോലെ ഭർത്താക്കന്മാരില്ലാതെ നമ്മൾ ജീവിക്കണവരുണ്ട്. പക്ഷെ അവരാരും തിരിഞ്ഞു നോക്കണില്ല. അവരായിട്ട് ആരും തിരിഞ്ഞു അവരായി മാത്രം അവ മുഖത്തോട് മുഖം കൊടുക്കുള്ളൂ. അല്ലെ അവർക്ക് കൊടുക്കല് ഇവള് കഷ്ടമല്ല, അവര് കഷ്ടപ്പെട്ടാണ്, അവർക്കാണ് മെയിനായിട്ട് കൊടുക്കണം, മെയിനായിട്ട് സഹായിക്കേണ്ടി അവരെന്നുള്ള അതൊന്നും അവർ ചെയ്യുന്നില്ല. പക്ഷെ ഇവര് പറഞ്ഞ വാർഡ് മെമ്പർമാര് പറഞ്ഞാലല്ലേ നമുക്ക് അവരുടെ ഇത് കിട്ടും. അവര് വന്ന് നോക്കല്ലോ, മെമ്പർമാരാണ് അവര് ഇന്ന ആള് കട്ടായി പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷെ അവര് പറഞ്ഞു കൊടുക്കില്ല. കഷ്ടപ്പെടുന്നവർ എങ്ങനെയും കഷ്ടപ്പെട്ടോട്ടെ എന്നാണ് അവർ ജയിക്കുന്നുള്ള വെച്ചാൽ. എന്തായാലും അത്രയും നമ്മളവിടെ നിന്നിട്ട് ഒരു ഹോട്ടൽ 2 ഹോട്ടൽ ഇന്ന ആൾക്ക് കൊടുത്ത ഇന്ന ആള് ജയിക്കണം, ആ ആൾക്കൊണ്ട് നമുക്ക് അവിടെ 2-3 പ്രാവശ്യം ഇപ്പൊ ജയിച്ചവര് നമുക്ക് ഒരു അനുകൂലം ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ പൊന്നാനി മണ്ഡലത്തില് ആര് ജയിക്കും എന്നുള്ളതാണ്. പിന്നെ ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം ഇപ്പോഴത്തെ ചുറ്റുപാടാണ്. ചുറ്റുപാട് എന്ന് പറഞ്ഞത് പിന്നെ കോൺഗ്രസിന് ഏതായാലും ഇവിടെ ഇന്ത്യയെ നിയന്ത്രിക്കാൻ പറ്റുന്ന ചുറ്റുപാടിലല്ല. ആ ചുറ്റുപാട് മാറ്റം വരുന്നെങ്കിൽ ഇവിടെ ഇടതുപക്ഷ മെമ്പർമാര് പാർലമെന്റിൽ ജാതി വരണം. അപ്പോഴാണ് TJP ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. ആ ചോദ്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കാൻ പറ്റുള്ളൂ. ഒരു മണ്ഡലം മാറിയല്ലേ ഇപ്രാവശ്യം? മണ്ഡലം മാറിയത് മാറി ഒക്കെ അങ്ങനെ തന്നെ പടവെട്ടുമാതിരാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. പടവെട്ട് ആ പടവെട്ട് തിരിച്ച് അങ്ങോട്ട് വെക്കും, അതിർത്തി ഇങ്ങോട്ട് വെക്കും. അപ്പൊ ഇതൊരു മാറ്റം വരുന്ന വിശ്വാസം എനിക്കുണ്ട്. ഒരു മാറ്റം വരും. ജയിക്കും തന്നെ. ആര് ജയിക്കും ശരിക്കും പറയാൻ പറ്റില്ല.